ഹലോ എവ്രി വൺ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോം മെയ്ഡ് മട്ടൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇത് നല്ല ഫ്രഷ് മട്ടനാണ്. ഞാൻ മട്ടനെ നല്ലപോലെ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് റൈസ് എടുക്കണം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന റൈസ് ബുള്ളറ്റ് റൈസാണ്. റൈസ് നല്ലപോലെ കഴുകിയിട്ട് എടുക്കണം. നിങ്ങൾ ഏതാ നോർമലി യൂസ് ചെയ്യുന്ന റൈസ് അത് യൂസ് ചെയ്താൽ മതി. ഇനി ഞങ്ങൾ ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് 2-3 ബിരിയാണി ലീഫും കുറച്ച് കാർഡമനും പിന്നെ 2-3 സിനമനും ക്ലോവും ചോപ്ഡ് ഓണിയൻസ് ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് റൈസ് ആഡ് ചെയ്യാം. സോക്കാക്കിയിട്ട് വെച്ച റൈസിനെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ആക്കാം. റിക്വയർഡ് എമൗണ്ട് ഓഫ് വാട്ടർ ആഡ് ചെയ്യാം. എന്നിട്ട് ബിരിയാണി മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 4-5 ഉള്ളി എടുക്കാം. ഉള്ളി എടുത്തിട്ട് നല്ലോണം ചോപ്പ് ചെയ്യാം. എന്നിട്ട് കുറച്ച് തക്കാളി കട്ട് ചെയ്യാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബിരിയാണി ലീഫ് ഇട്ടിട്ട് പിന്നെ കുറച്ച് ക്ലോവ് ആഡ് ചെയ്യാം. എന്നിട്ട് സിനമനും ആഡ് ചെയ്തിട്ട് ചോപ്ഡ് ഓണിയൻസ് ആഡ് ചെയ്തിട്ട് നല്ലോണം ഫ്രൈ ചെയ്യാം. എന്നിട്ട് ചോപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്യാം. എന്നിട്ട് മസാലാസ് എല്ലാം ആഡ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ ചില്ലി ഇട്ടിട്ടുണ്ട്. പിന്നെ ഗരം മസാല വീട്ടിലാക്കിയതാണ്. പിന്നെ ആ ടർമറിക് പൗഡറും കുറച്ച് കാശ്മീരി ചില്ലിയും പിന്നെ കുറച്ച് പെപ്പർ പൗഡറും എല്ലാം ഇട്ടിട്ട് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് നല്ലോണം ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുള്ള മട്ടൺ ആഡ് ചെയ്യാം. നല്ലോണം മിക്സ് ആക്കിയിട്ട് ക്ലോസ് ആക്കിയിട്ട് വെക്കാം ആ മട്ടൺ വേവുന്ന വരെ. അത് കഴിഞ്ഞിട്ട് ഉള്ളിനെ നല്ലോണം കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പിന്നെ കാഷ്യൂം വേണം. കാഷ്യൂവിനെ നല്ലോണം ഫ്രൈ ചെയ്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഞങ്ങൾ ദമ്മിടാം. അതിലേക്കൊരു പാത്രത്തിലേക്ക് ഞങ്ങൾ ആക്കിയിട്ട് വെച്ച മസാലനെ ആഡ് ചെയ്യാം. എന്നിട്ട് ഞങ്ങൾ ബോയിൽ ചെയ്ത റൈസിനെ ആഡ് ചെയ്യാം. നല്ല ഒരു ലെയർ ആയിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ആ ഫ്രൈ ചെയ്ത കാഷ്യൂസും പിന്നെ ആ ഫ്രൈഡ് ഓണിയൻസും ഉണ്ടല്ലേ അതിന് നല്ലോണം ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ആഡ് ചെയ്യാം. എന്നിട്ട് കൊറിയാണ്ടർ ലീവ്സും ഇടണം. എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് ദമ്മിൽ വെക്കണം. അങ്ങനെ ബിരിയാണി റെഡിയായി ഗൈസ്. അടിപൊളി ബിരിയാണിയാണ്. ദ സ്മെൽ വാസ് ലൈക്ക് ഓൾ ഓവർ ദ ഹൗസ്. എനിക്ക് ബിരിയാണി വളരെ ഇഷ്ടപ്പെട്ടു ഗൈസ്. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. ഇഫ് യു ഓൾ ഡിഡ്, ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ and share it to your friends. Till then, bye.